വളരെ മനോഹരമായിരിക്കുന്ന നല്ല സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുവാനുള്ള സാവകാശങ്ങൾ ദൈവം എനിക്ക് നൽകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെയും എൻ്റെ ശുശ്രൂഷയും എൻ്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയും ചെയ്യുകയാണ്. നാം ഇന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 40-41 വാക്യങ്ങളോടുള്ള ബന്ധത്തിലാണ് നാം ചിന്തിക്കുന്നത്. അവിടെ ഓർപ്പിച്ച് പറയുന്നത്, മറ്റുള്ളവരെ ആഴമായി നിന്ദിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവീൻ. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ. വീണ്ടും പറയുകയാണ്, ആ നിന്ന നിങ്ങൾക്ക് ഭവിക്കാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന വാക്യവുമാണ്. ഇന്ന് നാം മറ്റുള്ളവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാളുകളിൽ ആ നിന്ദകളും പഴികളും പരിഹാസങ്ങളും അപമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കേണ്ടതിന് നാം സൂക്ഷിക്കണമെന്ന് നമ്മെ ഓർപ്പിക്കുന്ന വാക്കുകളാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ചിന്തകളും ആശയങ്ങളും നിങ്ങളോട് ഓർപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നു പോകുമ്പോൾ അതിന് 17-ാം അധ്യായത്തിൽ കടന്നു വന്നാൽ അവിടെ കാണുന്നതായ ചില പ്രസ്താവനകൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് 17-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നത്? ഇശായിയുടെ മകനായിരിക്കുന്ന ദാവീദ് തൻ്റെ അപ്പൻ്റെ ആടുമായി വനാന്തരത്തിൽ ആയിരിക്കുന്നതായ സന്ദർഭത്തിലാണ് പ്രവാചകനായിരിക്കുന്ന ശമൂവേൽ ഇശായിയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. വിശേഷമായ അഭിഷേകം ദാവീദിൻ്റെ മേൽ വീഴുകയും ശൗലിന് ശേഷം ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദ് ഭരണത്തിലേക്ക് കടന്നു വരുമെന്ന് വളരെ കൃത്യമായ തലത്തിൽ ശമൂവേൽ പ്രവാചകൻ ആലോചന പറയുകയുണ്ടായി. അതിനുശേഷമായിട്ടും ദാവീദ് തൻ്റെ അപ്പൻ്റെ ആടുമായി വനാന്തരത്തിൽ പോകുക പതിവായിരുന്നു. എന്നാൽ ഒരിക്കൽ സഹോദരന്മാരുടെ ക്ഷേമം അറിയുന്നതിന് വേണ്ടി അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്നതായ കാഴ്ചയെന്ന് പറയുന്നത്, ഇസ്രായേലിനെ ആഴമായി അപമാനിക്കുന്ന, ഇസ്രായേൽ സേനയെ അപമാനിക്കുന്ന ഒരു ഗോലിയാത്തിനെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഫെലിസ്ത്യർ ഒന്നിച്ചു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ അപമാനിക്കുകയാണ്, നിന്ദിക്കുകയാണ്. ആ നിന്ദകളെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിക്കുകയുണ്ടായി. ആഴമായ അപമാനം പേറി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിലേക്കായിരുന്നു ദാവീദ് കടന്നു വരുന്നത്. ദാവീദ് ശാന്തമായിട്ട് അവിടെ സംഭവിക്കുന്നതായ സംഭവ വികാസങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ
ഫെലിസ്ത്യരും ഫെലിസ്ത്യ പ്രഭുവായിരിക്കുന്ന ഗോലിയാത്തും അകാരണമായി നിന്ദിക്കുന്നത് നോക്കിക്കണ്ടിട്ട് അവരുടെ അരികിലേക്ക് നടന്നു ചെല്ലുന്ന ഒരു ദൃശ്യമുണ്ട്. ആഴമായി കടന്നു ചെല്ലുന്ന ദാവീദിനെ കണ്ടിട്ട് വീണ്ടും ഫെലിസ്ത്യരുടെ പ്രഭുവായിരിക്കുന്ന ഗോലിയാത്ത് അപമാന വാക്കുകൾ ചൊരിയുന്നുണ്ട്, നിന്ദിക്കുന്ന വാക്കുകൾ പറയുന്നുണ്ട്. കാരണമുണ്ട്. ഫെലിസ്ത്യ മാത്രമല്ല, ഫെലിസ്ത്യ പ്രഭുവായിരിക്കുന്ന ഗോലിയാത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ കാലഘട്ടവും അവർക്ക് മനോഹരമായ കാലങ്ങളായിരിക്കും, ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു പരാജയമുണ്ടാകുകയില്ലെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ വിശുദ്ധ ബൈബിൾ പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരെ നിന്ദിക്കുവാൻ പാടില്ലെന്നും, നിങ്ങൾ മറ്റുള്ളവരെ നിന്ദിക്കുമ്പോൾ ആ നിന്ന നിങ്ങളുടെ മേൽ വരാതിരിക്കേണ്ടതിന് നിങ്ങൾ സൂക്ഷിക്കണമെന്നും ഓർപ്പിക്കുകയാണ്. ഗോലിയാത്തിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദാവീദിനെ അപമാനിക്കുവാൻ തക്കതായ എല്ലാ സാധ്യതകളും മാനുഷികമായ മണ്ഡലത്തിൽ തൻ്റെ മുൻപിലുണ്ട്. തൻ്റെ പൊക്കം നോക്കിയാൽ ദാവീദിനെ തനിക്ക് അപമാനിക്കുവാൻ വഴിയുണ്ട്. തൻ്റെ പിന്നിൽ നിൽക്കുന്ന ഫെലിസ്ത്യരുടെ സമൂഹത്തെ നോക്കുമ്പോൾ തനിക്ക് തൻ്റെ മുൻപിലേക്ക് നടന്നു വരുന്ന ദാവീദിനെ അപമാനിക്കുവാൻ സാധ്യതകളുണ്ട്. തൻ്റെ യുദ്ധതന്ത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ദാവീദിനെ അപമാനിക്കുവാനുള്ള സാധ്യതകൾ തൻ്റെ മുൻപിലുണ്ട്. തൻ്റെ കയ്യിലിരിക്കുന്ന വാൾ നോക്കുമ്പോൾ തനിക്ക് ദാവീദിനെ അപമാനിക്കുവാൻ, നിന്ദിക്കുവാൻ സാധ്യതകളുണ്ട്. എല്ലാ നിലകളിലും ദാവീദിനെ അപമാനിക്കുവാനുള്ള എല്ലാ സാധ്യതകളും മുൻപിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു ആ സന്ദർഭത്തിൽ ഫെലിസ്ത്യർ അല്ലെങ്കിൽ ഗോലിയാത്ത് എന്ന് പറയുന്നയാൾ. പക്ഷേ സാഹചര്യങ്ങൾ മാറി മറിയുമെന്ന് തനിക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എല്ലാ കാലഘട്ടങ്ങളിലും തൻ്റെ ഹൈറ്റും തൻ്റെ കൂടെയുള്ള ജനവും തൻ്റെ യുദ്ധതന്ത്രങ്ങളും തൻ്റെ ആയുധങ്ങളുമൊക്കെ തനിക്ക് തുണയായിരിക്കുമെന്ന് താൻ ചിന്തിപ്പാനിടയായി. എന്നാൽ എന്താണ് സംഭവിക്കപ്പെട്ടത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 40-41 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരെ നിന്ദിക്കരുത്. വീണ്ടും പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരെ നിന്ദിക്കുന്നത് പോലെ നിങ്ങൾ നിന്ദിക്കപ്പെടാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ നിന്ദയും അപമാനവും സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് ചിന്തിപ്പാനായിട്ട് കഴിയാതെ ദാവീദിനെ മാത്രമല്ല, ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ ആഴമായി നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഗോലിയാത്തിൻ്റെ ജീവിതത്തിൽ, ഫെലിസ്ത്യരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടാകുമെന്ന് ചിന്തിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. പക്ഷെ എന്താണ് സംഭവിക്കപ്പെട്ടത്? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയോഗം പ്രാപിച്ച് ഫെലിസ്ത്യരുടെ മുൻപിലേക്ക് നടന്നു ചെല്ലുന്ന, ഗോലിയാത്തിൻ്റെ മുൻപിലേക്ക് നടന്നു ചെല്ലുന്ന ദാവീദിനോടുകൂടെ ദൈവമുണ്ടായിരുന്നു. ദാവീദിനെ വിശേഷമായിരിക്കുന്ന ദൈവകൃപ കൊണ്ട് പൊതിയുകയും മാത്രമല്ല, അകാരണമായി നിന്ദിക്കപ്പെടുന്നതായ, അപമാനിക്കപ്പെടുന്നതായ ഈ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം.
എന്താണ് സംഭവിക്കപ്പെട്ടത്? ദാവീദ് ഫെലിസ്ത്യരുടെ പ്രഭുവായിരിക്കുന്ന ഗോലിയാത്തിന്റെ മുൻപിലേക്ക് നടന്നു ചെല്ലുകയാണ്. ഗോലിയാത്ത് ദാവീദിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഒരു നായുടെ നേരെ വരുന്നത് പോലെ നീ എൻ്റെ നേരെ വരുന്നത് എന്താണ് എന്ന് ചോദിച്ചവനെ അപമാനിക്കുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക നിയോഗം ദാവീദിൻ്റെ മേൽ കടന്നു വന്നപ്പോൾ ദാവീദ് ഗോലിയാത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണ്. നോക്കുമ്പോൾ താൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. തൻ്റെ ഹൈറ്റ് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ് ദാവീദിന്. തൻ്റെ യുദ്ധതന്ത്രങ്ങൾ ദാവീദിന് വലിയ പ്രതിസന്ധിയുള്ള കാരണമാണ്. തൻ്റെ കയ്യിലുള്ള ആ യുദ്ധ ആയുധങ്ങൾ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയുള്ള ഒരു ഘടകമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വിശേഷമായിരിക്കുന്ന ദൈവശക്തി ദാവീദിൻ്റെ മേൽ കൊടുത്തിട്ട് ദാവീദിനോട് ദൈവം പറയുകയാണ്, നീ നിന്റെ മുമ്പിൽ നിൽക്കുന്ന, നിന്നെ നിന്ദിച്ചുകൊണ്ട് നിൽക്കുന്ന, നിന്നെ അപമാനിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഗോലിയാത്തിനെ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവൻ്റെ തിരുനെറ്റിക്ക് ആമേൻ സ്തോത്രം, നിന്റെ കയ്യിലിരിക്കുന്ന, നിന്റെ കവണിയിൽ കിടക്കുന്ന കല്ലുകളിൽ ഒന്നെടുത്ത് വച്ചെയ്തു വിട്ടാൽ നിന്നെ നിന്ദിക്കുന്ന ഫെലിസ്ത്യർ മുഴുവനും അപമാനിക്കപ്പെടാൻ പോകുന്നു, ഗോലിയാത്ത് പരാജയപ്പെടാൻ പോകുന്നു എന്ന് ദൈവം സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഭാഗത്ത് നാം കാണുന്നുണ്ട്. ഞാൻ ഓർപ്പിച്ച 48 വാക്യത്തിൽ വരുമ്പോൾ ദാവീദ് തൻ്റെ തോൾ സഞ്ചിയിൽ നിന്നൊരു കല്ലെടുത്ത് തൻ്റെ കവണിയിലേക്ക് വച്ച് അതിനെ ലക്ഷ്യത്തോടുകൂടി ദൂരെ നിന്നുകൊണ്ട് ഗോലിയാത്തിനെ ഉന്നം വച്ചെറിയുമ്പോൾ ഗോലിയാത്തിൻ്റെ തിരുനെറ്റിക്ക് കൃത്യമായി ചെന്ന് പതിക്കുകയും ആ കല്ലിൻ്റെ ആ സ്പീഡ് തൻ്റെ മേൽ വന്ന് തട്ടിയിട്ട് താൻ താഴേക്ക് വീഴുകയാണ്. നോക്കണം, ഇതുവരെ ഇസ്രായേലിനെ അപമാനിച്ചുകൊണ്ട് നിന്ന, ഇതുവരെ ദാവീദിനെ പരിഹസിച്ചുകൊണ്ട് നിന്ന ഗോലിയാത്ത് ഇപ്പോൾ അവിടെ വീണ് കിടക്കുന്ന കാഴ്ചയല്ലേ നാം കാണുന്നത്. ദാവീദ് നടന്നടുത്തു ചെന്നു. ഗോലിയാത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ ഊരിയെടുത്ത് തൻ്റെ തല വെട്ടിയെടുക്കുകയാണ്. 48 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അപമാനിച്ചുകൊണ്ട് നിന്ന ഫെലിസ്ത്യർ മുഴുവനും പരാജയം സംഭവിച്ച് അപമാനിക്കപ്പെട്ടവരെ പോലെ അവർ ഓടിയൊളിക്കുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നാം കാണുന്നത്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന, ഈ വാർത്ത കേട്ട ശൗല് സേനാധിപതിയായിരിക്കുന്ന അബ്നേറിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ആ യൗവനക്കാരനാരാണ്? നമ്മുടെ നിന്ദയ്ക്ക് പരിഹാരം വരുത്തിയ, നമ്മുടെ അപമാനത്തിന് പരിഹാരം വരുത്തിയ ആ യൗവനക്കാരനാരാണ്? ആ ചെറുപ്പക്കാരനാരാണ്? ഇവിടെ നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ നമുക്ക് പൊക്കമുള്ളത് കൊണ്ട് മറ്റുള്ളവരെ നിന്ദിക്കാമെന്ന് കരുതും. നമുക്ക് പിന്നിൽ ആൾക്കൂട്ടമുള്ളത് കൊണ്ട് മറ്റുള്ളവരെ നിന്ദിക്കുവാൻ നമ്മൾ മുതിർന്നെന്നു വരാം. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ നിമിത്തം മറ്റുള്ളവരെ അപമാനിക്കാൻ നമുക്ക് തോന്നിയെന്ന് വരാം. നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളുടെ ബലം കൊണ്ട് നാം മറ്റുള്ളവരെ നിന്ദിക്കുവാനായിട്ട് തുനിഞ്ഞെന്നു വരാം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് സൗന്ദര്യമുള്ളതുകൊണ്ട്, നമുക്ക് വിദ്യാഭ്യാസമുള്ളതുകൊണ്ട്, നമുക്ക് പണമുള്ളതുകൊണ്ട്, നമുക്ക് പദവികളുള്ളതുകൊണ്ട്, നമുക്ക് അധികാരങ്ങളുള്ളതുകൊണ്ട് ഒക്കെ നാം മറ്റുള്ളവരെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യാം എന്ന് നാം കരുതുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്,
നിങ്ങൾക്കത് ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. ഒരിക്കലും ചിന്തിക്കരുത് എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ പണം കാണുമെന്ന്, എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ അധികാരം കാണുമെന്ന്, എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ പദവി നമുക്ക് കാണുമെന്ന്, എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ ശ്രേഷ്ഠത നമുക്ക് കാണുമെന്ന് നാം ചിന്തിക്കരുത്. ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ താഴ്ചകളും പരാജയങ്ങളും സംഭവിക്കപ്പെടാമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം മറ്റുള്ളവരെ നിന്ദിക്കുന്നവരായിട്ട് ആ നിന്ന നമ്മുടെ മേൽ തിരിച്ചു വരാതിരിക്കേണ്ടതിന് നാം സൂക്ഷ്മതയോടുകൂടി ഓരോ ദിവസങ്ങളും ജീവിക്കണമെന്നാണ് ഈ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്, നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. മറന്നുകളയരുത്. നമ്മുടെ പരിസരത്തേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ സമൂഹത്തിലേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ, നാം ആയിരിക്കുന്ന ജോലി മണ്ഡലങ്ങളിലേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ, നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ, മറ്റുള്ളവരെ അകാരണമായി അപമാനിക്കുന്ന, നിന്ദിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പക്ഷേ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ പിന്നത്തേതിലേക്ക് നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, അവരുടെ നിന്ദിക്കപ്പെട്ട കാലം, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ നിന്ദിക്കപ്പെട്ട കാലം അവസാനിച്ചിട്ട് ആ നിന്ദി അവരുടെ മേൽ തന്നെ വന്നു ഭവിച്ചിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ വളരെ മാനസികമായി തളർന്നിരിക്കുന്ന ധാരാളം ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയാറുണ്ട്. അതാണ് നാം ചിന്തിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ പലസ്തീന് അല്ലെങ്കിൽ ഗോലിയാത്ത് തകർന്ന് കിടക്കുകയാണ്. മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുവാനായിട്ടിടയെ തീർന്നിരിക്കുകയാണ്. നാം നോക്കണം, ഇസ്രായേൽ മക്കൾ അനുഭവിച്ചിരുന്ന അപമാനം അവർക്ക് മാറുകയാണ്. അതെവിടേക്ക് ചെല്ലുകയാണ്? അത് പെലസ്ത്യരുടെ കോർട്ടിലേക്ക്, പെലസ്ത്യരുടെ ജീവിതത്തിലേക്ക് ചെന്നെത്തുകയാണ്. ഇവിടെ നാം അറിയുക, ഇന്ന് ഈ സമയം വരെയും പെലസ്ത്യർ ഇസ്രായേലിനെ അപമാനിച്ചു എങ്കിൽ, ദൈവം ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ ഇസ്രായേലിൻ്റെ മുൻപിൽ പെലസ്തീർ സ്വയം അപമാനിതരായിത്തീരുകയും നിന്ദിക്കപ്പെട്ടവരെ പോലെ അവർ മടങ്ങിപ്പോവുകയും ചെയ്യേണ്ടി വരുന്നതായ സാഹചര്യമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നതെന്ന് മറന്നുകളയരുത്. അതേപോലെ തന്നെ മറ്റൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു തരാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ, കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. എന്താണ് അവിടെ വായിക്കുന്നത്? യാക്കോബിൻ്റെ മക്കളായിരിക്കുന്ന ഇസ്രായേൽ, അവരെല്ലാവരും ആട്ടിടയന്മാരായിരുന്നു. എന്നാൽ യോസേപ്പിനോട് യാക്കോബിനുണ്ടായിരുന്ന പ്രത്യേക സ്നേഹം നിമിത്തം സഹോദരന്മാരോടൊപ്പം അവനെ ആടുമേയിക്കുവാനായിട്ട് അയക്കുകയുണ്ടായില്ല. യോസേപ്പ് യാക്കോബിനോടൊപ്പം വീട്ടിൽ തന്നെ ആയിരുന്നു. ഒരിക്കൽ യോസേപ്പ് കണ്ടതായ ഒരു സ്വപ്നം, സഹോദരന്മാരുടെ മുൻപിൽ താൻ അപമാനിതനായിത്തീരുന്നതിനും നിരന്തരമായി നിന്ദിക്കപ്പെടുന്നതിനും കാരണമായി തീർന്നിട്ടുണ്ട്. കൊച്ചുബാലനാണ് ആ കാലഘട്ടത്തിൽ യോസേപ്പ്. എന്തുകൊണ്ടും വേദനകളും സങ്കടങ്ങളും മാത്രം ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതായ പശ്ചാത്തലമാണ് യോസേപ്പിൻ്റെ ജീവിതമെന്ന് പറയുന്നത്. താൻ കണ്ട വെളിപ്പാട് നിമിത്തം തന്നെ അപമാനിച്ചുകൊണ്ട് സഹോദരന്മാരിപ്പോൾ വിളിക്കുന്നത് സ്വപ്നക്കാരൻ എന്നാണ്. അതൊന്നും തനിക്കൊരു നിന്നയായി തോന്നിയിട്ടില്ല വാസ്തവത്തിൽ. അപ്പോഴും സഹോദരന്മാരെ ആഴമായി സ്നേഹിക്കുന്ന, സഹോദരന്മാരോട് ചേർന്ന് നിൽക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു യോസേപ്പിനെ കാണാം. ആടുമായി വനാന്തരത്തിലേക്ക് പോയ സഹോദരന്മാരെ കാണായിക കൊണ്ട് സഹോദരന്മാരുടെ ക്ഷേമമറിയുന്നതിനു വേണ്ടി അവിടേക്ക് ചെല്ലുന്നതായ
യോസേപ്പ് വരുന്നത് കണ്ടിട്ട് ആ വനാന്തരത്തിൽ വെച്ച് സഹോദരന്മാർ പറയുന്നു, നോക്കൂ, അതാ സ്വപ്നക്കാരൻ വരുന്നു. അങ്ങനെ യോസേപ്പ് വീണ്ടും 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 അപമാനിക്കപ്പെടുകയാണ്. പലപ്പോഴും അകാരണമായി നാം അനുഭവിക്കുന്ന നിന്ദകളുടെ മുൻപിൽ മറുപടികൾ പറയുവാൻ പോലും തോന്നിപ്പോയെന്ന് വരാം. പക്ഷേ എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞ് ആഴമായി കാത്തിരിക്കുന്ന അനവധി ഭക്തന്മാരായ ആളുകളുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് പ്രതികരിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നോക്കണമേ, യോസേപ്പ് ആ നിലയിൽ അപമാനിക്കപ്പെടുകയാണ്. കഴിഞ്ഞില്ല. സഹോദരന്മാരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ താൻ ഇട്ടിരുന്ന ആ പുതിയ അങ്കി അവർ ഊരിയെടുത്ത് പൊട്ടക്കിണറ്റിലേക്ക് തള്ളുമ്പോഴും ഇസ്മായിലെ കച്ചവടക്കാർക്ക് തന്നെ വിൽക്കുമ്പോഴുമൊക്കെ താൻ അനുഭവിക്കുന്നതായ വേദന, താൻ അനുഭവിക്കുന്നതായ സങ്കടം, താൻ പറയാനായിട്ട് പരിശ്രമിക്കുന്ന വാക്കുകൾ ഒക്കെ തൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായിട്ടാണ് ആഴമായി പ്രാർത്ഥനാ ജീവിതമുള്ള യോസേപ്പ് ഓരോ ദിവസങ്ങളും മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വാക്കുപോലും തനിക്ക് പക്ഷേ പറയുവാനായിട്ട് സാധ്യമല്ല തൻ്റെ മുൻപിൽ. ആ നിലയിൽ താൻ അപമാനിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് താൻ ആ ഇസ്മായിലെ കച്ചവടക്കാരോടുകൂടെ മിശ്രൈമിലേക്ക് നടന്നു നീങ്ങുകയാണ്. അന്ന് സഹോദരന്മാർ ഓർത്തില്ല ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു കാലം വരുമെന്ന്. അവരോർത്തത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ക്ഷേമമായിരിക്കും, എന്നും നന്മയായിരിക്കും, എന്നും അനുഗ്രഹമായിരിക്കും, എന്നും ഉയർച്ചയായിരിക്കും. ഞങ്ങൾക്കൊരിക്കലും ഈ നിന്ദയും ഈ പഴികളും ഈ പരിഹാസങ്ങളും ഈ അപമാനങ്ങളും ഈ ഒറ്റപ്പെടലുകളും ഉണ്ടാകില്ലെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾ നോക്കുക, ഒട്ടും നനയ്ക്കാത്ത നേരത്ത് ആഴമായ ക്ഷാമം കനാനിൽ കടന്നു വന്നപ്പോൾ യാക്കോബിനടക്കം യോസേപ്പിൻ്റെ സഹോദരന്മാർക്ക് അഗോവൃത്തിക്ക് വഴിയില്ലാതെ അവർ ഭാരപ്പെടുകയാണ്. അപ്പോൾ അവർ മറ്റൊരാളിനെ ആശ്രയിക്കേണ്ടി വന്നു എന്നാണ് ആ ഭാഗം പഠിക്കുമ്പോൾ കാണുന്നത്. ഒരിക്കലും അവർക്ക് ക്ഷാമം വരുമെന്നോ അവർ മറ്റൊരാളിനെ ആശ്രയിക്കേണ്ടി വരുമെന്നൊന്നും അവർ കരുതിയിരുന്നില്ല. പക്ഷേ അവരുടെ ചിന്തയ്ക്കപ്പുറത്ത് ആഴമായ ക്ഷാമകാലത്ത് അവർക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയാത്ത അത്രമാത്രം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരികയാണ്. എന്തിനു വേണ്ടിയാണ് ഈ കനാനിൽ ഇപ്പോൾ ക്ഷാമം വന്നിട്ടുള്ളത്? യാക്കോബിൻ്റെ മക്കളെയും കഷ്ടത്തിലാക്കാൻ വേണ്ടിയാണോ ഈ കഷ്ടത വന്നിട്ടുള്ളത്? അല്ല കേട്ടോ. രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്ന്, ഇന്നലകളിൽ നീ അപമാനിക്കപ്പെട്ടപ്പോൾ, ഇന്നലകളിൽ നീ ഒറ്റപ്പെട്ടപ്പോൾ, ഇന്നലകളിൽ നീ പരിഹസിക്കപ്പെട്ടപ്പോൾ, നിന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ ഉത്തരം പറയാൻ കഴിയാതെ നീ നെടുവീർപ്പിട്ട് കരഞ്ഞ ഒരു കരച്ചിലുണ്ട്. സങ്കടപ്പെട്ട് ഹൃദയം നൊമ്പരപ്പെട്ടിരുന്നൊരു ദിവസമുണ്ട്. അതിനൊരു മറുപടി ദൈവത്തിന് തരാൻ വേണ്ടിയാണ് ഇപ്പോൾ കനാനിൽ ക്ഷാമം വന്നിരിക്കുന്നതെന്ന് മറക്കരുത്. രണ്ട്, മറ്റുള്ളവരെ നിന്ദിക്കുമ്പോൾ നിന്ദിക്കപ്പെട്ടവൻ്റെ വേദന തിരിച്ചറിയാതെ വീണ്ടും 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 അപമാനിക്കുന്നവരോട് നിങ്ങൾക്ക് ആ നിന്ന വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു നാശം, ഒരു ക്ഷാമം ഇവരുടെ പട്ടണത്തിൽ കടന്നു വന്നിരിക്കുന്നത് എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ത് ഭവിച്ചു? ഭക്ഷിക്കാനായിട്ട് ആഹാരമില്ല. ക്ഷാമം
അത്രമാത്രം കടുത്തിരിക്കുകയാണ്. യാക്കോബ് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, മിസ്രൈമിൽ ചെല്ലുന്നവർക്കൊക്കെ ആവശ്യം പോലെ ധാന്യങ്ങൾ നൽകുന്നുണ്ട് എന്ന് കേട്ടു. അതുകൊണ്ട് നിങ്ങൾ പണവുമെടുത്ത് പാണ്ഡവുമായിട്ട് നിങ്ങൾ മിസ്രൈമിലേക്ക് കടന്നു പോകണം. മിസ്രൈമിൽ കടന്നു ചെന്ന് അവിടെ നിന്ന് ഭക്ഷ്യസാധനങ്ങൾ കൈപ്പറ്റി കൊണ്ടുവരാൻ പറഞ്ഞ് സഹോദരന്മാരെ അയക്കുകയാണ്. അവർ ആ നിലയിൽ മിസ്രൈമിലേക്ക് കടന്നു ചെന്നു. മിസ്രൈമിൽ കടന്നു ചെല്ലുമ്പോൾ അവർ കടന്നു ചെന്നത്, അവരെത്തിപ്പെട്ടിരിക്കുന്നത് ആരുടെ മുൻപിലാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഏറിയ നാളുകൾ സ്വപ്നക്കാരനെന്ന് വിളിച്ച് അപമാനിച്ച യോസേപ്പിൻ്റെ മുൻപിലാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഞങ്ങളുടെ ഔദാര്യമല്ലേ നിന്റെ ജീവിതം? നീ എന്താ ഞങ്ങൾക്ക് രാജാവാകുമോ എന്നൊക്കെ ചോദിച്ച് അപമാനിച്ചു കൊണ്ടിരുന്ന യോസേപ്പിൻ്റെ മുൻപിലേക്ക് യാക്കോബിൻ്റെ മക്കൾ കടന്നു ചെല്ലുമ്പോൾ അവർക്കൊരിക്കലും മനസ്സിലായിട്ടില്ല, ഇന്നലകളിൽ ഞങ്ങൾ അപമാനിച്ചു വിട്ട, ഇന്നലകളിൽ ഞങ്ങൾ നിന്ദിച്ചു വിട്ട യോസേപ്പിൻ്റെ അരികിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്നവർക്ക് മനസ്സിലായില്ല. ഓർക്കണം, ശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ യേശു കർത്താവിനെ പിടിക്കുവാൻ വേണ്ടി ആളുകൾ തോട്ടത്തിലേക്ക് ചെല്ലുകയാണ്. തോട്ടത്തിലെത്തി നിൽക്കുന്ന ജനത്തെ കണ്ടിട്ട് യേശു ചോദിച്ചു, നിങ്ങൾ ആരെയാണ് തിരയുന്നത്? അവർ പറഞ്ഞു, നസറേനായ യേശുവിനെയാണ് തിരയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ തന്നെയാണ് എന്ന് പറയുകയാണ്. യേശുവിനെ പിടിക്കുവാനായിട്ട് അവർ പരിശ്രമിക്കുമ്പോൾ പത്രോസ് ഉറയിൽ നിന്ന് വാള ഊരി അവരുടെ ദാസന്മാരിൽ ഒരുവനെ വെട്ടുകയാണ്. അവൻ്റെ കാത് അറുത്തുപോയി. യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, വാളെടുക്കുന്നവൻ വാളല്ല, അതുകൊണ്ട് നീ വാള് ഉറയിലിടുക എന്ന് പറഞ്ഞിട്ട് തറയിൽ കിടക്കുന്ന ആ ചെവിയുടെ കഷ്ണം, ആ പീസ് എടുത്ത് അവൻ്റെ കാതിലേക്ക് വെച്ചു കൊടുത്ത് അത് പഴയ രൂപത്തിൽ ആക്കുകയാണ്. പത്രോസ് ഒന്നും പറയാതെ അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച അവിടെയുണ്ട്. കഴിഞ്ഞില്ല, പക്ഷേ യേശുവിനെ അവരെ കൊണ്ടുപോവുകയാണ്. വിസ്തരിപ്പാൻ വേണ്ടി പത്രോസിനെ കൊണ്ടുപോകുമ്പോൾ പത്രോസ് യേശുവിനെ പിൻപറ്റുകയാണ്, പിൻചെല്ലുകയാണ്, പുറകെ പോവുകയാണ്. അങ്ങനെ കോട്ടയ്ക്കകത്തേക്ക് യേശുവിനെ പ്രവേശിപ്പിച്ചു. പത്രോസിന് അവിടെ കയറുവാൻ അവകാശമില്ലായിരുന്നു. അവിടേക്ക് കയറുവാൻ അധികാരമുള്ളതായ ഒരാൾ വരുമ്പോൾ പത്രോസ് അവനോട് ചോദിച്ച്, എന്നെ കൂടെ നിൻ്റെ കൂടെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകുമോ? വരാൻ പറഞ്ഞ് അവനെ കെറ്റിക്കൊണ്ടുപോവുകയാണ്. അകത്ത് ചെല്ലുമ്പോൾ പത്രോസിനെ കണ്ടിട്ട് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, നീയും നസ്രയൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനാണല്ലേ എന്ന്. അവിടെയൊക്കെ പത്രോസ് അല്ലെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും മുന്നോട്ട് വരുമ്പോൾ ഒരു മനുഷ്യൻ പത്രോസിന് മുമ്പിലേക്ക് നടന്നു വരികയാണ്. ആരാണിപ്പോൾ വരുന്നതെന്നറിയാമോ? അപ്പോൾ പത്രോസിന് മുമ്പിലേക്ക് നടന്നു വരുന്നത് തോട്ടത്തിൽ വെച്ച് കാത് അറുക്കപ്പെട്ടവൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അവൻ വന്നിട്ട് പത്രോസിനോട് ചോദിക്കുകയാണ്, നിന്നെ ഞാൻ തോട്ടത്തിൽ വെച്ച് കണ്ടല്ലോ. താൻ ഭയന്നുപോയി. ആ ഭയമാണ് താൻ അല്ല എന്ന് പറഞ്ഞ് പ്രാകുവാനായിട്ട് തുടങ്ങിയത്. വാസ്തവത്തിൽ മിസ്രൈമിലേക്ക് വന്നിരിക്കുന്ന യാക്കോബിൻ്റെ മക്കൾ, അവരുടെ മുമ്പിൽ നിൽക്കുന്ന ഈ അധികാരി ഒരു കാലഘട്ടം മുഴുവൻ ഇവരപമാനിച്ച്, ഇവർ കുപ്പായം ഊരിയെടുത്ത്, ഇവർ പൊട്ടക്കിണറ്റിൽ തള്ളി ഇഷ്മായിലെ കച്ചവടക്കാർക്ക് വില പേശി വിറ്റ ആ യോസേപ്പാണ് ഇവരുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ചിന്തിച്ചു നോക്കണം. എന്നാൽ മുൻപോട്ട് വരികയാണ്. ഇവരിപ്പോൾ നിന്ദിക്കപ്പെടാൻ തുടങ്ങി. ഇന്നലകളിൽ ഇവർ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഗോലിയാത്ത്, ഫെലിസ്ത്യർ ഇസ്രായേലിനെ അല്ലെങ്കിൽ ദാവീദിനെ നിന്ദിക്കുമ്പോൾ ആ നിന്ദയുടെ വേദന അറിയില്ലായിരുന്നു.
പക്ഷേ കവണിയിൽ ഒരു കല്ല് പുറപ്പെട്ട് ഗോലിയാത്തിൻ്റെ തിരുനെറ്റിക്ക് കൊണ്ട് അവൻ വീണ് കിടക്കുമ്പോൾ ആ വാളൂരി അവൻ്റെ തല കട്ട് ചെയ്തെടുത്ത ദാവീദിൻ്റെ മുമ്പിൽ നിന്ദിച്ചുകൊണ്ടിരുന്നവർ നിന്ദിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇതേപോലെ തന്നെ ഇന്നലെ വരെ പരിഹസിച്ച ആളുകളുടെ മുൻപിൽ പരിഹസിക്കപ്പെട്ടവൻ ഉന്നതമായ പദവിയിൽ നിൽക്കുന്നതായ ഒരു സാഹചര്യം വരികയാണ്. ഇന്നലെ അവരെ നിന്ദിച്ചത് ഇപ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോഴാണ് 42-ാം അധ്യായത്തിനകത്തൊക്കെ വായിച്ചു വരുമ്പോൾ പറയുന്നതായ പദമുണ്ട്. അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ 20-21 ഒക്കെ വാക്യങ്ങളാണ്. അതെന്താണ് പറയുന്നത്? ഇത് പറയുന്നത്, എന്നാൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരണം, അതിനാൽ നിങ്ങളുടെ വാക്ക് നേരെന്ന് തെളിയും, നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല. അവർ അങ്ങനെ സമ്മതിച്ചു. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടറിയും. അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്നവർ തമ്മിൽ പറഞ്ഞു. നിന്ദിക്കപ്പെടുന്നവൻ പറയും അരുതേ എന്ന്, പക്ഷെ നിന്ദിക്കുന്നവർക്ക് അത് കരമാണ്. ഇന്ന് എത്രയോ കുഞ്ഞുങ്ങളാണ് മയക്കുമരുന്നുകൾ അടിമപ്പെട്ടിട്ട് എന്താണ് ചെയ്യുന്നതെന്നറിയാതെ സഹപാഠികളെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെയൊക്കെ ക്രൂരമായി ഉപദ്രവിക്കുന്നത്. ഉപദ്രവിക്കുമ്പോൾ ഉപദ്രവിക്കപ്പെടുന്നയാളിൻ്റെ നൊമ്പരം അറിയില്ല. പക്ഷേ ആ ഉപദ്രവങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിൻ്റെ വേദന മനസ്സിലാക്കാനായിട്ട് കഴിയാറുള്ളത്. അതാണ് സത്യം. യോസേപ്പിനെ സഹോദരന്മാർ കളിയാക്കിയപ്പോൾ യോസേപ്പ് അനുഭവിക്കുന്ന വേദന അവർക്ക് മനസ്സിലായാറേയും കരുണ കാണിക്കാതെ പിന്നെയും അവനെ അപമാനിച്ചു, അവനെ ഉപദ്രവിച്ചു. ഇപ്പോൾ അവർ പറയുകയാണ്, 41-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾക്ക് ആ നിന്ന ഭവിക്കാതിരിക്കേണ്ടതിന്, ഇപ്പോൾ അത് തിരിച്ച് ഭവിച്ചിരിക്കുകയാണ്. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും കേട്ടോ. അതാണ് ഈ വാക്യത്തിൻ്റെ ആഴം, അതാണ് ഈ വാക്യത്തിൻ്റെ പ്രത്യേകത, അതാണ് ഈ വാക്യത്തിൻ്റെ പ്രാധാന്യത. അങ്ങനെ തന്നെ നാം മനസ്സിലാക്കണം, അങ്ങനെ തന്നെ നാം ചിന്തിക്കണം. യോസേപ്പിൻ്റെ സഹോദരന്മാരിപ്പോൾ യോസേപ്പിൻ്റെ മുൻപിൽ സങ്കടത്തോടുകൂടി നിൽക്കുകയാണ്. അവർ തമ്മിൽ പറയുകയാണ്, നമ്മൾ ചെയ്തത് തന്നെ നമുക്ക് തിരിച്ചടിച്ചല്ലോ, നമ്മൾ ചെയ്തത് തന്നെ നമുക്ക് ഭവിച്ചല്ലോ. അതെപ്പോഴും നമ്മൾ ഓർത്തു വെക്കണം. വേദപുസ്തകം എങ്ങനെയാണ് പറയുന്നത്? അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കത് പ്രാപിപ്പാൻ നാം എന്താണോ ചെയ്തത് അതിനനുസൃതമായത് ലഭ്യമാകുന്ന ദിവസം വരും. നന്മ ചെയ്യുന്നവൻ നന്മയും തിന്മ ചെയ്തവൻ തിന്മയും പ്രാപിക്കുന്ന സമയമാണ് നമ്മെ ഓർപ്പിക്കുന്നത്. ഇവിടെ നാം ചിന്തിക്കൂ, ആലോചിക്കൂ. വളരെ കൃത്യമായിട്ട്, വളരെ ആഴമായിട്ട് അവർക്കൊരു കാര്യം മനസ്സിലാവുകയാണ്. എന്ത്? നാം നമ്മുടെ സഹോദരനോട് ചെയ്ത ദ്രോഹത്തിൻ്റെ കൂലിയാണ് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അംഗീകരിക്കുകയാണ്, സമ്മതിക്കുകയാണ്. അതാണ് ചിന്തിക്കേണ്ടത്, അതാണ് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ,
അപമാനിക്കപ്പെട്ടവരെ പോലെ നിൽക്കുന്നതായ യോസേപ്പിൻ്റെ സഹോദരന്മാരുടെ മുൻപിൽ അപ്പോഴും അവരാൽ നിന്ദിക്കപ്പെട്ട യോസേപ്പാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അധിക സമയങ്ങൾ കഴിയുന്നതിന് മുൻപ് യോസേപ്പ് തന്നെ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. അവരോട് പറയുകയാണ്, ഇശ്മായിലെ കച്ചവടക്കാർക്ക് നിങ്ങൾ വില പറഞ്ഞ് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേപ്പാണ് ഞാൻ. ഇന്നലകളിൽ സ്വപ്നക്കാരനെന്നു വിളിച്ചപമാനിച്ച യോസേപ്പാണ് ഞാൻ. നീ രാജാവാകുമോ, ഞങ്ങൾക്ക് നേതാവാകുമോ എന്ന് ചോദിച്ച് പരിഹസിച്ച നിങ്ങളുടെ സഹോദരൻ യോസേപ്പാണ് ഞാൻ എന്ന് യോസേപ്പ് വ്യക്തമാക്കുകയാണ്. വളരെ കൃത്യമായിട്ട് തന്നെ വെളിപ്പെടുത്തുന്ന നിമിഷങ്ങൾ. അപമാനിക്കപ്പെട്ട നാണം കെട്ടവരെ പോലെ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന യോസേപ്പിൻ്റെ സഹോദരന്മാരുടെ ചിത്രം അവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ആഴമായി തിരിച്ചറിയേണ്ടത് എന്താണെന്നറിയാമോ? നാം ആരെയും നിന്ദിക്കരുത്. പണമുള്ളതുകൊണ്ടും ആരോഗ്യമുള്ളതുകൊണ്ടും സ്ഥാനമാനങ്ങൾ ഉള്ളതുകൊണ്ടും പേരും പ്രസിദ്ധിയും ഉള്ളതുകൊണ്ടും ഒന്നും ആരെയും നാം നിന്ദിക്കരുത്, അപമാനിക്കരുത്, പരിഹസിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഏത് സമയത്തും നിങ്ങൾ ആ വഴികളിലൂടെ കടന്നുപോയി എന്ന് വരാം. അത് നിങ്ങൾക്ക് ഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നവരായി തീരരുത് എന്നോർപ്പിക്കുകയാണ്. ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട്. നന്നായി പഠിക്കുന്നൊരു മോൾ, അവൾ നന്നായി പഠിക്കും. അവിടെ പഠന സമയത്ത് അവളുടെ പിതാവ് അവളോട് പറഞ്ഞു, നീ നല്ല ഒരു വിജയം കരസ്ഥമാക്കുകയാണെങ്കിൽ നിനക്ക് ഒരു നല്ല ഫുഡ് വാങ്ങിത്തരാം. അവൾ ആ ഫുഡിന് വേണ്ടിയായിരുന്നില്ല, പഠിക്കാനുള്ള അവളുടെ ആഴമായ ആഗ്രഹം. അവൾ നന്നായി പഠിച്ചു. അവൾ ഒരു IAS പാസ്സായി. ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവളുമായിട്ട് അവളുടെ പിതാവ് അവൾക്കൊരു നേരത്തെ ആ പിതാവ് പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഫുഡ് വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഒരു ഫുഡ് വാങ്ങിക്കൊടുക്കുവാനുള്ള പണം മാത്രമാണ് ആ മനുഷ്യൻ്റെ കയ്യിൽ, ആ കർഷകനായ മനുഷ്യൻ്റെ കയ്യിലുള്ളത്. അവരിരുവരുമായിട്ട് ആ മനോഹരമായ റെസ്റ്റോറൻറ്റിലെത്തി ഒരു ഫുഡ് ഓർഡർ ചെയ്തു. ആ മോൾ പറഞ്ഞു, ഒന്നുകൂടെ ഓർഡർ ചെയ്യുക, 2 എണ്ണം വാങ്ങ്, പണമില്ലെന്നുള്ളത് അപ്പന് മാത്രമേ അറിയൂ. ആ ഒന്ന് വാങ്ങി ആ മകൾക്ക് കൊടുത്ത് അപ്പൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അത് കണ്ടുകൊണ്ട് അതേ കടയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബം ആ കാര്യം അന്വേഷിച്ചിട്ട് അവർ സമ്പന്നരായ കുടുംബമായിരുന്നു. അവർക്ക് ഒരു ഫുഡ് വാങ്ങി കൊടുക്കുകയാണ്. അന്ന് വൈകിട്ടത്തേക്കുള്ളത് അവരുടെ കയ്യിൽ വാങ്ങിക്കൊടുത്ത് എല്ലാറ്റിൻ്റെയും പണം ആ സമ്പന്നരായ കുടുംബം നൽകുകയാണ്. അവരവിടെ വെച്ച് പിരിഞ്ഞു. പക്ഷെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ സമ്പന്നരായ കുടുംബം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ചില രോഗങ്ങൾ, ചില ദുഃഖങ്ങൾ, ചില കഷ്ടതകൾ, അവരുടെ നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയാണ്. ശൂന്യതയുടെ മണ്ഡലത്തിൽ അവർ നിൽക്കുകയാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പണം അടയ്ക്കുവാനായിട്ട് മാർഗമില്ലാതെ അവർ ഭാരപ്പെട്ടു.
അവരുടെ വീട് ജപ്തിയാകപ്പെടാൻ പോകുന്ന സാഹചര്യത്തിലേക്ക് അവർ വന്നു നിൽക്കുകയാണ്. ഏറ്റവും മാനസികമായി തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള കളക്ടറുടെ അരികിൽ അവരുടെ സങ്കടമൊന്ന് പറയാൻ വേണ്ടി കടന്നു ചെല്ലുകയാണ്. ആ കളക്ടർ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു സാധുവായ മനുഷ്യൻ ആ വീടിൻ്റെ പരിസരത്ത് ഉണ്ടായിരുന്നു. ഇവർ കടന്നു ചെല്ലുന്നത് കണ്ടപ്പോൾ ചില നാളുകൾക്ക് മുൻപ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് വാങ്ങിക്കൊടുത്ത ആ സ്ത്രീയുടെ മുഖമായിരുന്നു ആ വയോധികനായ മനുഷ്യൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നു. താൻ ചോദിച്ചു, എന്താണ്? അവർ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു. അവർ പറഞ്ഞു, കളക്ടർ ഇവിടെ ഇല്ല, വരുമ്പോൾ പറയാം എന്നറിയിക്കൂ. ഈ സ്ത്രീ മടങ്ങിപ്പോവുകയാണ്. കളക്ടർ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ പുറത്തുണ്ടായിരുന്ന വയോധികനായ മനുഷ്യൻ, അല്ലെങ്കിൽ കളക്ടർ പിതാവ്, ആ മകളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, നീ IAS പാസ്സായി. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഒരു ഫുഡ് കഴിപ്പാൻ വരുമ്പോൾ നമുക്ക് ഫുഡ് വാങ്ങിത്തന്ന പ്രിയപ്പെട്ടവരോട് വന്നിരുന്നു. ഇന്നതാണ് കാരണം. ആ ബാങ്കിലെ മുഴുവൻ പണവും ആ കളക്ടർ അടയ്ക്കുകയാണ്. ബാങ്കിൽ നിന്നൊരു കോള് വന്നു, നിങ്ങളുടെ പൈസയെല്ലാം, ലോണെല്ലാം അടച്ചു തീർത്തിട്ടുണ്ട്, നിങ്ങൾ വന്ന് നിങ്ങളുടെ വീടിൻ്റെ പ്രമാണം എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചത്, ആരാണ് അടച്ചത്? ബാങ്കിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഈ ജില്ലയുടെ കളക്ടറാണ് അതെല്ലാം അടച്ചത്. നന്ദി പറയാനായിട്ട് ആ വീട്ടിലേക്ക് അവർ പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന് ചെയ്ത നന്മ നിങ്ങൾ അന്ന് ചെയ്ത നന്മയോളം എനിക്കെത്തില്ല എന്നവൾ പറഞ്ഞ വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, നാം എന്താണ് ചെയ്യുന്നത്? നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാം എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് പണമുള്ളത് കൊണ്ട് ഒരു ഫുഡ് കഴിക്കാൻ മാർഗമില്ലാത്തവരെ അപമാനിക്കുന്നവരാണോ നമ്മൾ? നമുക്ക് സൗന്ദര്യമുള്ളത് കൊണ്ട് സൗന്ദര്യമില്ലാത്തവരെ നിന്ദിക്കുന്നവരാണോ നമ്മൾ? നമുക്ക് സ്ഥാനമാനങ്ങൾ ഉള്ളതുകൊണ്ട് ഇതൊന്നുമില്ലാത്തവരെ അപമാനിക്കുന്നവരാണോ നമ്മൾ? അങ്ങനെയെങ്കിൽ ഫെലിസ്ത്യർക്ക് സംഭവിച്ചതുപോലെ, ഗോലിയാത്തിന് സംഭവിച്ചതുപോലെ, യാക്കോബിൻ്റെ മക്കൾക്ക് സംഭവിച്ചതുപോലെ ആ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നുപോവുകയും നിങ്ങൾ ഏറ്റവും അപമാനിതരായിത്തീരുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കണം. അല്ല, ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ നമുക്ക് ധനവും മാനവും ശ്രേഷ്ഠതയും ഒക്കെ ഉള്ളപ്പോഴും വേദന അനുഭവിക്കുന്നവനോട് കൂടെ നിൽക്കുവാൻ, അവർക്കൊരു കരുത്ത് നൽകുവാൻ, അവർക്കൊരു സപ്പോർട്ട് നൽകുവാൻ, അവർക്കൊരു നന്മ ചെയ്യുവാൻ നാം മനസ്സ് വയ്ക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയും എന്ന് ഈ ചിന്തയിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കണം, സഹോദരന്മാരെ സ്വന്തം സഹോദരനെ അപമാനിക്കുമ്പോൾ അവർക്കത് വരുമെന്ന് ചിന്തിച്ചില്ല. പക്ഷേ ഇപ്പോൾ യോസേപ്പിൻ്റെ മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കുന്ന സഹോദരന്മാരെ നാം ഒന്ന് കാണണം, നാം ഒന്ന് ഓർക്കണം. ശുദ്ധ ബൈബിൾ ഓർപ്പിക്കുന്നൊരു പദമുണ്ട്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുഴപ്പിയ ഒരു കൂട്ടം ആളുകൾ, ഉപവസിച്ചും കൂട്ടായ്മയിൽ സംബന്ധിച്ചും ഇല്ലായ്മയിൽ നിന്നുള്ളത് കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തുമൊക്കെ നീതിക്കും സത്യത്തിനും പരമാർത്ഥതയ്ക്കും വേണ്ടി നിന്നെ ഒരു കൂട്ടം ജനം. ആ ജനത്തിൻ്റെ ജീവിതത്തിൽ പലതിനും മറുപടി കിട്ടാതെ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ അവർ കടന്നു പോകേണ്ടി വരുന്ന ഘട്ടങ്ങൾ. മറ്റുള്ളവരവരോട് വന്ന് ചോദിക്കുകയാണ്, നിന്റെ ദൈവം എന്തിയെ? നീ ഉപവസിച്ചിട്ടെന്തായി? നീ പ്രാർത്ഥിച്ചിട്ടെന്തായി? നീ കൂട്ടായ്മയ്ക്ക് പോയിട്ടെന്തായി? നീ കണ്ണുനീരൊഴുക്കിയിട്ടെന്തായി?
നീ മുട്ടുകുത്തിയിട്ടെന്തായി എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരവും പറയാൻ കഴിയാതെ നാം മൗനമായിരിക്കേണ്ടി വരുന്ന ഘട്ടങ്ങൾ ജീവിതത്തിൽ വരാം. അങ്ങനെ അനവധി ഭക്തന്മാരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞു, ഒരു സന്ദർഭം കഴിഞ്ഞു, ഒരു സാഹചര്യം കഴിഞ്ഞു, അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ്റെ കണ്ണുനീരിന് ഉത്തരം വരുന്ന നിമിഷം വന്നു. അവനിപ്പോൾ നിന്ദിച്ചവരെ വിളിച്ചിട്ട് പറയുകയാണ്, ഇന്നലകളിൽ എന്നോട് ചോദിച്ചില്ലേ, കഴിഞ്ഞ നാളുകളിൽ എന്നോട് ചോദിച്ചില്ലേ, എന്തിനാ നീ പ്രാർത്ഥിക്കുന്നത്, നിന്റെ ദൈവം എന്തിയെ, നിന്റെ ദൈവം എവിടെയെന്ന് നീ എന്നോട് ചോദിച്ചില്ലേ? നോക്ക്, ഞാൻ എൻ്റെ ദൈവത്തെ നിനക്ക് കാണിച്ചു തരാം. എൻ്റെ ദൈവമോ സ്വർഗത്തിലുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് അവിടേക്കാണ് നോക്കിയിരുന്നത്, ഞാൻ എൻ്റെ കണ്ണ് അവിടേക്കാണ് ഉയർത്തിയിരുന്നത്. എനിക്കവിടെ നിന്നൊരു സഹായം കിട്ടിയിരിക്കുന്നു. ആ ദൈവത്തെ അവർ കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട്, സത്യത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട്, പരമാർത്ഥതയോടെ ജീവിക്കാനായിട്ട്, നിഷ്കളങ്കതയോടെ ജീവിക്കാനായിട്ട് നിങ്ങൾ തീരുമാനമെടുത്തതുകൊണ്ട് മറ്റുള്ളവരാൽ നിങ്ങൾ നിന്ദിക്കപ്പെടുകയാണോ? മറ്റുള്ളവരാൽ നിങ്ങൾ അപമാനിക്കപ്പെടുകയാണോ? മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടോ? കൃത്യമായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങൾ തല കുനിച്ചിരിക്കേണ്ട ഒരു സമയം വരുന്നെങ്കിൽ സങ്കടപ്പെടരുത്, ക്ഷീണിച്ചു പോകരുത്. ഒരു ഹാമാന്റെ മുമ്പിൽ തലപ്പൊക്കി നിൽപ്പാൻ കൃപ നൽകുന്ന ഒരു ദൈവം ഒരു മൊർദെഖായിക്കുണ്ടെന്ന് മറന്നു കളയരുത്. ഞാൻ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിന്ന അനുഭവിക്കുകയാണോ? വീട്ടിൽ ഉള്ളവർ നിങ്ങളെ നിന്ദിക്കുന്നുണ്ടോ? അയൽവാസികൾ നിങ്ങളെ നിന്ദിക്കുന്നുണ്ടോ? സമൂഹം നിങ്ങളെ നിന്ദിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജോലി മണ്ഡലത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുകയാണോ? വേദനപ്പെടുകയോ ഭാരപ്പെടുകയോ അല്ല, ജീവിതം അവസാനിപ്പിക്കുകയല്ല. നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ സമീപത്തേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്കു വേണ്ടി ക്രൂശിൽ മരിച്ചൊരു ക്രിസ്തുവുണ്ട്. നിങ്ങളുടെ നിന്ദകൾ ചുമന്നൊഴിച്ച ഒരു ദൈവമുണ്ട്, ഒരു യേശുവുണ്ട്. ആ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മഹാത്ഭുതങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തതയുള്ള ദൈവമാണെന്ന് ആഴമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയും ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് തകർന്ന ഹൃദയത്തോടെ എന്തിനിങ്ങനൊരു ജീവിതം, ഇങ്ങനൊരു ജീവിതം വേണ്ട എന്ന് പറയുകയല്ല. എൻ്റെ നിന്ന മാറി എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, എന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ ഞാൻ തലയുയർത്തി നിൽക്കുന്ന ഒരു ദിവസം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് എനിക്ക് തരും, എൻ്റെ യേശു എനിക്ക് തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് ലക്ഷ്യത്തോടെ ഓടാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഒരുപക്ഷെങ്കിൽ വീട്ടിലുള്ളവരാൽ, നാട്ടിലുള്ളവരാൽ, അയൽവാസികളാൽ, ജോലി മണ്ഡലത്തിലുള്ളവരാൽ, കുടുംബ സുഹൃത്തുക്കളാലൊക്കെ വിവിധ കാരണം ചൊല്ലി അപമാനിക്കപ്പെടുന്ന, ഒറ്റപ്പെടുന്ന, വേദനപ്പെടുന്ന ആളുകൾ എന്നെ കേൾക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ നിന്ന ചുമക്കുന്ന, അവരുടെ നിന്ന മാറ്റി അവരെ മാന്യരാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിക്കണമേ. അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ദൈവവചനം കേട്ട എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ, ഞങ്ങളെ അപമാനിക്കുന്നവരുടെ മുമ്പിൽ ക്ഷീണിച്ചു പോകുകയല്ല, ഞങ്ങൾ കരുത്തു പ്രാപിച്ച് ഞങ്ങളുടെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന കാലമുണ്ടെന്ന് വിശ്വസിച്ച് മുന്നേറുവാൻ എല്ലാവരെയും സഹായിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.